ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ, അതും 7 ആഴ്ച കൊണ്ട് നമ്മൾ ആ ഒരു സിലബസ് കംപ്ലീറ്റ് പഠിച്ചെടുക്കുന്ന രീതിയിൽ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ വീക്കിലും നമ്മൾ ഇത്ര പോർഷൻസ് വെച്ച് പറയും, ഓരോ സബ്ജക്റ്റിൽ നിന്നും. അതിനനുസരിച്ച് നമ്മൾ സൺഡേയിൽ അതിനൊക്കെ ബേസ് ചെയ്ത് ആ ഒരു വീക്കിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ കുറേയധികം പോർഷൻസ് ഒക്കെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സ് മൊത്തത്തിൽ എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ ഓരോ വീക്കിലും പഠിച്ചു പോകുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു റിവിഷൻ ചാലഞ്ചിന്റെ ഭാഗമായിട്ട് 7 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കുന്ന രീതിയിൽ. അപ്പോൾ തന്നെ, അതായത് ആ ഒരു വീക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീക്കിൽ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള ടോപ്പിക്സ് കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ ഒരു റിവിഷൻ ചാലഞ്ച് 1 മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സ് ഫോർ വീക്ക് 1 എന്നുള്ള രീതിയിൽ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അവിടെ നമ്മൾ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് കൂടുതൽ നോക്കേണ്ടത്, അതുപോലെ ഒരു റാങ്ക് ഫയലും കൂടെ നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞു, റെഫറൻസസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, പഠിച്ചു കഴിഞ്ഞവരും ഉണ്ടായിരിക്കാം. എനിവേസ്, പഠിച്ചിട്ടുള്ളവരെ കൂടുതൽ ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്സ് തീർച്ചയായും പഠിച്ചിരിക്കണം കേട്ടോ. മിക്ക എക്സാംസിനും PSC നടത്തുന്നതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയാസ് ഒക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഇത് തീർച്ചയായും പഠിച്ചിരിക്കേണ്ടവയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വീക്ക് 1 പറഞ്ഞിട്ടുള്ള സബ്ജക്ട്സിൽ നിന്നുള്ള പോർഷൻസിൽ ഏറ്റവും മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള ടോപ്പിക്സ് പറയാൻ പോവാണ്. ആദ്യത്തേത് നോക്കി, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്, അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. അതായത് ഉത്തരപർവ്വത മേഖല, അതുപോലെ ഉത്തരമഹാസമതലം, പീഠഭൂമി എക്സെട്ര, അങ്ങനെയുള്ള ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. എസ്പെഷ്യലി നദേൺ മൗണ്ടൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ്, ഹിമാലയാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതിൽ വരുന്ന എന്താ പറയാ, ചുരങ്ങള്, അതിന്റെയൊക്കെ പൊസിഷൻ വെച്ചിട്ട് ഒരു മാപ്പ് വെച്ചിട്ട് പഠിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. അതുപോലെ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഈ പറഞ്ഞ ഏത് റേഞ്ചസിലാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പൊ ആ ഒരു പഠിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള ഒരു പോയിന്റ് മിസ് ചെയ്യാതെ തന്നെ പഠിക്കുക കേട്ടോ. കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നദേൺ മൗണ്ടൻസ് ഒക്കെ. നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പോയിന്റിലൊക്കെ ആയിരിക്കും മാറ്റം വരുത്തുക. അപ്പൊ നമ്മൾ SCERT പഠിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് സെന്റൻസസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം ഇതേ സെന്റൻസ് ഒക്കെ തന്നെയായിരിക്കും വരിക നമുക്ക്. ഓക്കെ, അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇന്ത്യൻ അതിർത്തികളിൽ ലാൻഡ് റൂട്ട്, അതായത് ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്, സീ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്, അത് വ്യക്തമായി പഠിക്കുക. ഇനി അതിൽ ഏറ്റവും ലാർജസ്റ്റ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ഇതേതാണ്, അതുപോലെ അത് ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്, ഇന്ത്യൻ സ്റ്റേറ്റ്, അതുപോലെ എന്താണ് 3 വശത്താലും അതിർത്തി, രാജ്യാന്തര അതിർത്തി ഷെയർ ചെയ്യുന്നത് ഒക്കെ ഒന്ന് കൃത്യമായിട്ട്, സ്റ്റേറ്റ്സിന്റെ എസ്പെഷ്യലി വരുന്നത് നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിർത്തികളും അതുപോലെ കുറെ നമുക്കറിയാലോ 8 ഡിഗ്രി ചാനൽ, 9 ഡിഗ്രി ചാനൽ, ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് തെറ്റാതെ മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിർത്തികളും രേഖകളും, അതുപോലെ ഇന്ത്യയുടെ നദൻ മോസ്റ്റ് പോയിന്റ്, സദൻ മോസ്റ്റ് പോയിന്റ്, ലാറ്റിറ്റ്യൂഡിനൽ ഇതും ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ, ഇതൊക്കെ കൃത്യമായിട്ട് ബേസിക് ഫാക്ട്സ് ആണ്. അത് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാട്ടോ പറയുന്നത്. ഇപ്പോൾ പീഠഭൂമിയും വിട്ട് കളയരുത് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ എക്സെട്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും പീഠഭൂമി മസ്റ്റ് സ്റ്റഡിയാണ്. അതിൽ നിന്നുള്ള ഓരോ പോർഷനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എസ്പെഷ്യലി ഡെക്കാൻ പ്ലാറ്റ്, ഓരോ പ്ലാറ്റ്യൂസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ലൊക്കേഷൻ എന്താണ്, അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ, ഓക്കെ, ഏത് കാലഘട്ടത്തിൽ ഉണ്ടായതാണ് എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. വളരെ വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ, മൗലികാവകാശങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതിൽ ഓരോന്നും സബായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ 14 ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. 14 to 18 വരെയുള്ളതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അത് ഓരോന്നും തെറ്റാതെ, ആർട്ടിക്കിൾസ് തെറ്റാതെ തന്നെ പഠിക്കണം. അപ്പോൾ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ ആർട്ടിക്കിൾസ് സ്പെസിഫിക് ആയിട്ട് പഠിച്ചു വെക്കുക. എസ്പെഷ്യലി എന്താണ് 19ന്റെ സബായിട്ട് വരുന്നതും, അതുപോലെ തന്നെ 23, 24 അതൊക്കെ വരുന്നതുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാ ആർട്ടിക്കിൾസും അറിഞ്ഞു വെക്കണം, നല്ലതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കേട്ടോ. പിന്നെ സെഷൻസ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ആക്ച്വലി ഈ മൗലികാവകാശങ്ങൾ വരുന്നതിന് കാരണമായ INC സെഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സെഷനുകളും കൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ദെൻ അമെൻമെന്റ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആദ്യം 7 എണ്ണമാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം. അത് മാറ്റം വരുന്നത് 44th അമെൻമെന്റ് ഒക്കെ വഴിയാണ് അല്ലെ. അപ്പോൾ ഈ 44th അമെൻമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് കാണാതെ അറിയാവുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ പറ്റുമോ, അമെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു കോടതി വിധിയൊക്കെ ഉണ്ട്, ഏത് കേസിലാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ ചോദ്യങ്ങൾ അങ്ങനെയും വരുന്നുണ്ട്.
ഏത് കേസിനെ ആസ്പദമാക്കിയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും എന്ത് ചെയ്യാം അമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞത് എന്നുള്ള രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ, എസ്പെഷ്യലി ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്ത കുറേയധികം കേസസ് ഉണ്ടല്ലോ, കേശവാനന്ദ ഭാരതി ജഡ്ജ്മെന്റ്, മിനർവ മിൽസ് കേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഈവൻ 10th ലെവൽ ആണെങ്കിൽ കൂടി ക്വസ്റ്റ്യൻസ് ടഫ് ആവുകയാണെങ്കിൽ അങ്ങനത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ റിട്ടുകൾ നമുക്കറിയാം, സുപ്രീം കോർട്ടിന്റെ റിട്ട് ജുറിസ്ഡിക്ഷനും ഹൈക്കോർട്ടിന്റെ റിട്ട് ജുറിസ്ഡിക്ഷനും അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് റിട്ട്സ് ഉണ്ട്, അതിപ്പോൾ നമുക്ക് ബൈഹാർട്ട് ആയിരിക്കും. എനിവേസ് അല്ലാത്തവരുണ്ടെങ്കിൽ അത് കൂടെ ബൈഹാർട്ട് ആക്കുക. അതിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആർക്കൊക്കെ എതിരെ പുറപ്പെടുവിക്കാൻ പറ്റും ഓരോ റിട്ടുകൾ, പബ്ലിക് ആണോ, ഗവൺമെന്റ് ഒഫീഷ്യൽസിന് മാത്രമാണോ, ക്വാസി ജുഡീഷ്യൽ ബോഡീസിനൊക്കെ എതിരെ മാത്രമാണോ എന്നുള്ളതൊക്കെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ്. ഇത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ കുറേയധികം കാര്യങ്ങൾ, ഇപ്പോൾ ഒരു റാങ്ക് ഫയലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഇത്രയൊക്കെ പഠിക്കേണ്ടതുണ്ടോ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും. പക്ഷെ കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമുക്കറിയാം ഏകദേശം ചില ഏരിയാസാണ് അവർ കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എനിവേസ് എല്ലാം ഒന്ന് വായിച്ച് അറിയുന്നതും, എസ്പെഷ്യലി നമ്മുടെ നമ്മുടെ SCRT പാഠപുസ്തകത്തിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പഠിച്ചു ചെയ്യുക. അത് അപ്പോൾ നമുക്ക് ആ ഒരു റിസ്ക് സോൺ മാറിക്കിട്ടും. ഓക്കെ, അതായത് SCRTയിൽ എന്തൊക്കെ മനുഷ്യ ശരീരത്തെ കുറിച്ച് ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്കോറിങ് നടത്താൻ പറ്റും. പിന്നെ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കോശം, സെല്ലിന്റെ ഉള്ളിലുള്ള ഓരോ പാർട്സുകൾ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഓരോരോ, ഞാനിപ്പോൾ എടുത്തെടുത്ത് പറയുന്നില്ല, സെല്ലിന്റെ ഓരോ സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം മൈറ്റോകോൺട്രിയ, റൈബോസോം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതിന് എന്തെങ്കിലും സ്പെസിഫിക് നെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ കലകൾ, ടിഷ്യൂസിനെ കുറിച്ച് ഏതൊക്കെ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് എക്സാമ്പിളും തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പൊ പേശികൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസിൽസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. ഇതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷനും, സ്കെൽറ്റൽ മസിൽ, അതുപോലെ തന്നെ എന്താണ് സ്മൂത്ത് മസിൽ, ഇതിനൊക്കെ ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്. ഇൻവോളണ്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞു പോവാണ് ജസ്റ്റ് സ്പീഡിൽ. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മലയാളങ്ങൾ നിങ്ങൾ നോക്കണം കേട്ടോ. മസ്റ്റ് സ്റ്റഡി ആണ് ഇത്. ഓക്കെ, അത് വിട്ട് കളയരുത്. LDCക്ക് പല ഇതിലും ചോദിച്ചിട്ടുണ്ട്, LDC ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 10th പ്രിലിംസിന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലെ. ദെൻ അവയവങ്ങളിൽ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ചോദ്യപേപ്പറൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൂടുതലും കരള്, ഹൃദയം, വൃക്ക റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് ചോദിക്കില്ല എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് വൃക്കയും കരളും, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൂടുതലും അങ്ങനത്തെ, അതായത് ഹൃദയം, വൃക്ക, കരള് ഇതൊക്കെ ഒന്ന് കൂടുതലും ശ്രദ്ധിച്ചു പഠിക്കുക ബാക്കിയുള്ളത് പഠിക്കുന്നതിന്റെ ഒപ്പം. ഓക്കെ, അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ ഗ്രന്ഥികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലാൻസ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. വളരെ വളരെ ടഫായിട്ടുള്ള ലെവലിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ SCRT നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ ഹോർമോണിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അത് വളരെ രസകരമായിട്ട് നമ്മൾ ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഹോർമോൺ തന്നെ ഇത് ഏത് ഗ്രന്ഥിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥിയുടെ പ്രത്യേകത എന്താണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ നെയിംസ് ഉണ്ടോ, അതിന് എന്താണ് ആ ഒരു ഗ്ലാൻഡിന്റെ പ്രത്യേകത, അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ആഗ്നേയ ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥിയൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് എടുത്തിട്ട് രീതിയിലുള്ള എക്സിറ്റ് പോയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവില് നമ്മൾ ബേസിക് ആയിട്ട് ഇതൊക്കെ. പിന്നെ അസ്ഥികളുടെ എണ്ണം, മസിൽസിന്റെ എണ്ണം, ഇതൊക്കെ ബേസിക് ഫാക്ട്സ് ആണ്. അത് ബൈഹാർട്ട് ആക്കി ഒന്ന് എണ്ണം പഠിച്ചു വെക്കുന്നത് വളരെ വളരെ നല്ലതാണ്. എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ചോദിക്കും. അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. ദെൻ കെമിസ്ട്രിയിൽ നമ്മൾ ആറ്റത്തിന്റെ ഘടനയിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ് ആറ്റം എന്ന് എല്ലാവർക്കും അറിയാം. ആറ്റത്തിന്റെ ഇൻസൈഡിൽ എന്തൊക്കെയാണുള്ളത്, ന്യൂക്ലിയസ് അല്ലെ, ഇലക്ട്രോൺസ്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ, അതിന്റെ ചാർജ്, മാസ്, ഇതൊക്കെ ബേസിക് ആണ്. ഓക്കെ, അപ്പൊ ഇൻസൈഡ് ആറ്റം എന്താണ്, പ്രോട്ടോൺ കണ്ടെത്തിയ ആ ഒരു എക്സ്പെരിമെന്റ്, ഇലക്ട്രോൺ കണ്ടെത്തിയ എക്സ്പെരിമെന്റ്, ഇതൊക്കെ ശ്രദ്ധിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സെന്റൻസ് വെച്ചിട്ട് വേണമെങ്കിൽ ചോദിക്കും. ഓക്കെ, ഏത് എക്സ്പെരിമെന്റ് വഴിയായിരുന്നു, അവിടെ ഉപയോഗിച്ച പാർട്ടിക്കിൾസ് ഏതൊക്കെയായിരുന്നു തിരിച്ചറിയാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നിന്ന് പഠിക്കുക, അത് കൃത്യമായിട്ട് പഠിക്കുക. അതൊക്കെ നമ്മുടെ SCRT ടെക്സ്റ്റിൽ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന 10th ക്ലാസ്സിലത്തേലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറ്റത്തിന് ഓരോരുത്തരും ഓരോ മോഡൽസ് കൊണ്ടുവരുന്നത്, ആറ്റം മാതൃകകൾ അല്ലെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് ആദ്യം കൊണ്ടുവന്ന മോഡൽ ഏതാണ്, എന്തൊക്കെയായിരുന്നു അതിന്റെ മെറിറ്റ്സ്, എന്തൊക്കെയായിരുന്നു അതിന്റെ ഡ്രോബാക്സ്, അങ്ങനെ ഓരോ മോഡലും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ അത് തന്നിട്ട് ഇത് ഏത് മാതൃകയാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ബോർ ആറ്റം മോഡല്, റുദർഫോർഡിന്റെ ആറ്റം മോഡല്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ,
KLM എന്ന് പറയുന്ന സംഭവം. ഓക്കെ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് KLMN ആണ്. അതിൽ മാക്സിമം എത്ര എണ്ണം കൊള്ളുന്നുള്ളതൊക്കെയാണ് ചോദിച്ചു കണ്ടേക്കണേ. പക്ഷെ വേറെ ചോദ്യ പേപ്പർ ഇപ്പൊ മെയിൻസ് ലെവലിലൊക്കെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും പഠിക്കുന്നതിൽ തെറ്റില്ല. ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഓരോരോ ക്വാണ്ടം നമ്പേഴ്സുകളൊക്കെ ഉണ്ട് അതിൽ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക അതിന്റെ പ്രത്യേകതകൾ. ഇപ്പോൾ നമ്മൾ LDC മെയിൻസിന് വേണ്ടി പഠിച്ചവർക്ക് തീർച്ചയായിട്ടും അത് അറിയാൻ പറ്റും. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പഠിച്ചു വെക്കും നമ്മൾ അതിൽ. കാരണം അതിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആ ഒരു ഒറ്റ എക്സാമിന് വേണ്ടി പഠിച്ചതാണ്. അപ്പൊ അത് നോക്കുക. ഇനി ഐസോബാർ, ഐസോടോപ്പ്, ഐസോടോൺ, ഐസോമർ ഓരോന്നിന്റെ എന്താണ് പ്രത്യേകത? അതിന്റെ എക്സാമ്പിൾ സ്റ്റിൽ അത് ചോദിക്കുന്നുണ്ട് ഓരോന്നിലും. ഐസോടോപ്പിന്റെ പ്രത്യേകത, ഐസോബാർ, താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനുള്ള എക്സാമ്പിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ മാത്സിലത്തെ ഒരു പോർഷൻ എന്നുള്ള രീതിയിൽ സംഖ്യകളും അടിസ്ഥാനക്രിയകളും നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാം അറിയാവുന്നത്. ഓക്കെ, അറിയാവുന്നതായിരിക്കും. പക്ഷെ നമ്മൾ നമ്പേഴ്സ് ഉണ്ട്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ പഠിക്കുന്നുണ്ട്. ഇതിനൊക്കെ മലയാളം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലായതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോകരുത്. അങ്ങനെയും നമുക്ക് ഇംഗ്ലീഷിൽ അറിയായിരിക്കും, ചിലവർക്ക് മലയാളത്തിൽ അറിയാനുണ്ടാവില്ല. ഇനി എഴുതി പരിശീലിച്ചവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകൾ. ഇതിൽ ഇപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അങ്ങനെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. 1 തൊട്ട് 100 വരെയുള്ള എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. നമുക്കത് ഉപയോഗപ്പെടും മാത്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ. അതാണ് നമ്മൾ ഈ അടിസ്ഥാന ക്രിയകളിൽ മെയിനായിട്ട് ചെയ്യേണ്ട പരിപാടി. അപ്പോൾ ആ ഒരു കാര്യം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നമ്പേഴ്സ് പഠിക്കുന്നതിൽ ഒരു കുറച്ച് നമ്പേഴ്സിന്റെ, എസ്പെഷ്യലി ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 നമ്പേഴ്സിന്റെ ഒക്കെ എങ്കിലും ഒരു എന്താ പറയാ സ്ക്വയറുകൾ അത്യാവശ്യം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അതിന്റെ കൂടുതലും പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്ക്വയറുകൾ കണ്ടുവെക്കുന്നത്. അതായത് സ്ക്വയർ എപ്പോഴും നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറയുന്നത്. ദെൻ ബോർഡ് മാസ് റൂൾ, അതെല്ലാവർക്കും അറിയാം. സ്റ്റിൽ അത് പ്രശ്നമുള്ളവരും ഉണ്ടാകാം കേട്ടോ. എത്രയൊക്കെ നമ്മൾ അറിയാന്ന് പറഞ്ഞാലും അപ്പൊ ചെയ്ത് പരിശീലിക്കുക അത്. പിന്നെ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി, അതായത് വിശേഷമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ. നമുക്കറിയാം ഇപ്പൊ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത. നമുക്ക് എങ്ങനെ ചെയ്യാം? അവസാനത്തെ ഡിജിറ്റ് 0 അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾ ആയാൽ മതി അല്ലെ, 0 or 2. അങ്ങനെയല്ല, 11 വരെയുള്ള ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി നോക്കി വെക്കാം. അത് മസ്റ്റ് ആണ്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നിന്റെ. 9ന്റെ ഇപ്പൊ ഡിഗ്രി പ്രിലിംസിനൊക്കെ അത് ചോദിച്ചിരുന്നു. 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്. അപ്പോൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ആട്ടോ. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് വീക്ക് 1 നമ്മൾ ഇത്രയും സബ്ജക്ട്സ് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് പഠിക്കേണ്ടതിന്റെ കൂട്ടത്തില് ഇത് കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് മറക്കണ്ട. ഈ വരുന്ന സൺഡേ കൃത്യം 7:30 നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, കൂടാതെ ഞാൻ കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി ടു മാർച്ച് വരെയുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.